ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാഞ്ഞത് കുട്ടികൾക്ക് സുഖയില്ലേനും ചുമയൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കോഴിയാടിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം തന്നെ വെന്ത് കിട്ടും. അധികം വേവില്ലാത്ത ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ, ആ ഒരു ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടില്ല. അപ്പം 3 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണേ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് അവിടെ അടച്ച് വെച്ചിട്ട് ഇനി കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ വെച്ച ചിക്കൻ അത് അവിടെ ആയിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കനില്ല ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്രഷ് ചെയ്തപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് അടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ കടിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയേനു. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വാടി അതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നേരത്തെ അടിച്ച് വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത്. ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറേ ദിവസം 1 മാസം വരെയെല്ലാം കേടാവാതെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കുക. മൈദ ഒന്ന് കുഴച്ചെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കട്ടിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിലാണ് കുഴച്ചെടുക്കുന്നത്. അധികം ലൂസായി പോവാണ്ട് എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കോഴിയട കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ സമയം കൊണ്ട് പിന്നെ മസാല നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇതേ ഒരു ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നുള്ളൊരു കാര്യമായിട്ടുള്ളൊരു പണി അതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് കോഴിയടൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിതാ പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തുന്ന ആ ഒരു ഷേപ്പൊന്നും നോക്കണ്ടേ. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്താറ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ കട്ടിംഗ് ബോർഡ് മേൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാണ്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണേ. അധികം തടിയൊന്നും പാടില്ല, നൈസായിട്ട് പരത്തിയെടുക്കണം. എന്നാലത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിതൊരു ഗ്ലാസ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ടിൽ. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പരത്തലിന് തന്നെ നമുക്ക് ഒരു 6 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോന്നിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാം. അതായത് ഇതേപോലെയാണ് ഞാൻ പിടിച്ചെടുക്കുന്നത്. എന്താ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിമ്പിളാണ്. ഒന്ന് താഴോട്ടേക്ക് വലിച്ച് ഇങ്ങനെ പിരിച്ചെടുത്താൽ മതി, സിമ്പിളാണ്. അപ്പോൾ ഞാനിതെല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആക്കി എടുക്കുന്നുണ്ടാണ്. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു 10-12 പീസ് മാത്രമേ ഞാൻ ഇപ്പം പൊരിച്ചെടുക്കുന്നുള്ളൂ. എനിക്കിങ്ങനെ ഈ പിരിച്ചെടുക്കുന്നത് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് ആക്കിയെടുക്കാൻ. ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം ഇങ്ങനെ പിരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ടി ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴിയുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അതായത് ലോ ഫ്ലെയിമിൽ എത്ര നേരം പൊരിയുന്നോ അത്രയും ക്രിസ്പിനെസ് ഉണ്ടാവും ഈ ഒരു കോഴിയടക്ക്. അതായത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേഗം പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊരിച്ചെടുത്ത പാടും ഒരു ക്രിസ്പി, പിന്നെ അത് പദം വീണ് പോവേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ്, ഒരു 8-9-10 മിനിറ്റ് എന്തായാലും പൊരിയാൻ സമയം എടുക്കുന്നുണ്ട്. അത്രയും ലോ ഫ്ലെയിമിലായിരിക്കണേ പൊരിക്കേണ്ടത്. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഗോൾഡൻ കളറായപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ചായക്കൊക്കെ വേറൊരു കടിയും വേണ്ട, ഇതന്നെ മതി. ഒരു മാസം വരെ കേടാവാതൊക്കെ നിൽക്കുന്നൊരു ഐറ്റമാണ്. നല്ല അടപ്പുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേടാവൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോസുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.